ബിനു കേരളത്തിലെ ഇല്ലിത്തോട്ടിൽ നിന്ന് വരുന്ന ലോക പ്രശസ്തനായ സഞ്ചാരി. എങ്ങനെയോ വഴിതെറ്റി അദ്ദേഹം ന്യൂയോർക്കിൽ വന്നുവിട്ടു. അതൊക്കെ ഒറ്റ സെക്കൻഡ് ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്കിപ്പോ പോകേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ തീവണ്ടി ഉണ്ടല്ലോ, അങ്ങനെ ചിക്ക് 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 എന്ന് പോണ തീവണ്ടി, അതിന്റെ സ്ഥലം എവിടെയാ? ഇംഗ്ലീഷ് അറിയില്ല, ഇങ്ങനെ നടക്കേ കന്നാലി. ഭാഗ്യത്തിന് അദ്ദേഹം ആ രാജ്യത്തിന്റെ മാപ്പ് കണ്ടു. അതിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അവിടേക്കുള്ള ദൂരവും അളന്നു. ഓ, എന്തോട് ദൂരേത്? ഇവിടെ നിന്ന് നോക്കിയാ കാണാലോ. പിന്നെ ഓ, വടക്ക് നോക്കി എന്താ അത്രേ? തെക്കോട്ടാ തിരിഞ്ഞിരിക്കണേ, ഇങ്ങോട്ടാ തിരിഞ്ഞിരിക്കണേ, ഇങ്ങോട്ടാ തിരിയടാ അങ്ങോട്ട്. ആ, ഇനി ഇപ്പൊ ഇങ്ങനെ നോക്കി വടക്കോട്ടാ പോവാം. ആ, അങ്ങനെ അദ്ദേഹം വടക്കു നോക്കി യന്ത്രം നോക്കി ആൾക്കാർക്കിടയിലൂടെ തെക്കോട്ട് യാത്രയായി. എന്തോട്ടൊരു ഇളക്കോടെ. ഇനിയിപ്പോ കേരളത്തിലെ സ്റ്റാഫുകളുടെ പോലെ ഇവിടെ ഇളക്കമുണ്ടോ? എന്തോട്ടെങ്കിലും അവിടെ ഈ വടക്ക് നോക്കി യന്ത്രം എന്നെ ഇങ്ങടേക്ക് കൊണ്ടുപോണേ. ഹോട്ടലാണുള്ളത്. എന്താ പിന്നെ ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. എന്താ പേര്? ബിനു. ബിനു ഇങ്ങോട്ട് ഇരുന്നോളൂ. ഞാനിപ്പോ കൊണ്ടുവരാവേ. എങ്ങടേക്കാ പോണേ? ക്ലാസ് ഒക്കെ മാറ്റിക്കേ. ഈ തുണിയെ ഞാനാ ടൈപ്പിലാട്ടോ കശ്മീരൻ. ഈയുടെ വർത്തനം കേട്ടാ ഞാനാ ടൈപ്പാണ് തോന്നുന്നില്ല. വൃത്തികെട്ടവൻ. മിസ്റ്റർ ബിനു, ഇതാണ് മെനു. സീ ഫുഡിന്റെ ഓർഡറാ, നോക്കി പറഞ്ഞോളൂ. തൊണ്ടൂട്ട് തേങ്ങ ഇംഗ്ലീഷ് ആണല്ലോ. ഇത് കടലിലെ എല്ലാ ഫുഡും ഉണ്ട്. അതായത് കക്ക, ഞണ്ട്, കൊഞ്ച്, എല്ലാ ടൈപ്പും ഉണ്ട്. വേറെ എന്തുണ്ടെന്നോ? ഇത്രയൊന്നും പോരെ ഇവന്. നിനക്ക് ഞാൻ തരങ്ങട്ടെ. എങ്ങാണ്ടൊന്നും വന്നിരിക്കുന്ന മാരണം. ഈ ബീച്ച് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാണ് അവൻ അവിടെ ചെല്ലാൻ പറഞ്ഞത്. എന്താ ബീച്ച്? എന്തായാലും ഈ പരിപാടിയൊക്കെ വെറുതെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വെക്കാം. കേരളത്തിൽ ചെന്നിട്ട് വല്ല ചാനലുകാർക്ക് പറ്റി കാശാക്കാലോ. അങ്ങനെ ബണ്ണ് എന്റെ അടിയിൽ ഇരിക്കട്ടോ. അവിടെ ഇരിക്കട്ടോ. എന്താ കൈ മാറ്റിക്ക, ക്ലാസ് ആയിട്ടിക്കളല്ലേ. മിസ്റ്റർ ബിനു, ഇന്ന ഫ്രഷ് കക്കയും ഫ്രഷ് കൊഞ്ചും മിണുങ്ങ. ഒരാൾക്ക് കഴിക്കാനായി കുടുംബം വെച്ചാണത്. എന്തൂട്ടത്? എന്റെ പരമ്പര പുണ്യാളായി എനിക്കിട്ട് പണതാണോ നീ? ഇതെങ്ങനെയാ കഴിക്കാത്? ഇതൊന്ന് ചുറ്റിക്കറങ്ങി വരാൻ തന്നെ ഒരു ദിവസം ഉണ്ടെന്നിട്ട് ഞണ്ടാ കൊഞ്ചാണുള്ളത്. എന്തൂട്ട് ഈ കൊഞ്ചി സൂക്ഷിച്ചു നോക്കണത്? പേടിപ്പിക്കരുത്, പേടിപ്പിക്കരുത്. എന്നെ നോക്കി പേടിപ്പിക്കില്ലട്ടോ. ഇതെന്തോട്ട് കക്കയാണുള്ളത്? കഴിച്ചില്ലേ? അല്ല, കഴിക്കാം. വേഗം കഴിക്ക്. ഇങ്ങനെ വലിച്ചു കുടിച്ചാ മതി. കഴിക്കാട്ടാ. നോക്കിയിരുന്ന സമയം കളയാതെ കുടിക്കാനുള്ളതിന്. എന്തൂട്ടി നോളക്കണത്? വെറുതെ അല്ല, ഫ്രഷാന്ന് പറഞ്ഞത്. പുഴയിന്ന് പിടിച്ചിട്ട് നേരെ പ്ലേറ്റിലേക്ക് ആയിട്ടേന്ന് തോന്നണു. കഴിക്കാം. എനിക്കിട്ട് പാടും തൊല്ലടാ കന്നാലി. അടിപൊളിയുണ്ടോ? പണിയാണ്. നിനക്ക് ഞാൻ പറ്റാടാ. നിനക്ക് കഴിക്കണത് കേട്ടാ. നിന്നെ പണ്ടാറടക്കാനായിട്ട് ദേ കഴിക്കണ കണ്ട. കണ്ട. ഹലോ. അങ്ങനെ അങ്ങനെയല്ല, ഈ തുണിയിലേക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് എവിടെ കൊണ്ടുപോയി കളയാതിപ്പോ? ആയിരിക്കുന്ന ബിന്നിന് കുറച്ച് കക്കയോടെ കൊടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓടാ, നിന്റെ അപ്പനും കൊണ്ടേ കൊടുക്ക്. ഇതിപ്പോ എവിടെ കളയാത്? ഇതാണെങ്കിൽ ചാവാത്താറങ്ങണത് നുളക്കിയേ. ഇതെവിടെ കളയ? ഈ പെണ്ണുമ്പുളുടെ ബാഗിലേക്കാ തട്ടാം. തൽക്കാലം ആരും അറിയണ്ട. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ചത്തല്ല, മുളച്ച് പുറത്തു പോവാ. കത്തി താഴെ പോയി എടുത്താണ്. ബിന്നു കക്ക മാത്രമേ കഴിച്ചുള്ളൂ, കൊഞ്ചൊക്കെ കഴിച്ചില്ലേ? കഴിക്കൂ, കഴിക്കടാ. ഇവനാള് കൊള്ളാലോ. മാംസം തിന്നാനുള്ളതിന് തോടുകൂടെ കഴിക്കുന്നു. എന്താ നിനക്ക് വേണോ? ഞാൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിയത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പോകുന്ന വഴി എനിക്ക് കാണാൻ സാധിച്ചത് കേരളത്തിൽ നിന്നെത്തിയ ഗാനമേളക്കാർ കാശില്ലാതെ വഴിയിൽ പിച്ചതുണ്ടെന്നതാണ്. അവിടെ നിന്നും ഞാൻ ട്രെയിനിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി.
ട്രെയിനിൽ വെച്ച് ഞാൻ ഒരു അനാഥ ചെറുക്കനെ പരിചയപ്പെട്ടു. അവനെ ചിരിപ്പിക്കുവാനായി ഞാൻ ഒരുപാട് കോമഡി നമ്പറുകൾ അവന്റെ മുന്നിൽ കാണിച്ചു. ഇതൊന്നും കണ്ടിട്ട് അവന് ചിരി വന്നില്ല. അവസാനം അവൻ ഒരു നമ്പർ കാണിച്ചു. ഞാൻ കരഞ്ഞുപോയി. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് സുഹൃത്തുക്കളായി. അവസാനം ട്രെയിൻ ന്യൂയോർക്കിലെ വർക്കല എന്ന റെയിൽവേ സ്റ്റേഷൻ നിർത്തിയപ്പോൾ TTR ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി. എന്തോട്ടാ നീ ചോദിക്കണേ? ആ ടിക്കറ്റ് വെച്ചിട്ടില്ല ഞാൻ കണ്ണിൽ നാക്കിലെ കുടിച്ചിട്ട് നിന്റെ അടുത്ത് കോമഡി കാണിച്ചത്. കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ പ്രശസ്ത സഞ്ചാരിയായ ബിനു കേരളത്തിലെ തനതായ കല പുറത്തെടുത്തു. എന്റെ പേര് ബിനു എന്നാണ്. കേരളത്തിലെ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നത്. ഒരു ദിവസം പാറമടയിൽ ലോറി കയറ്റി കിട്ടുമ്പോൾ എന്റെ കൂട്ടുകാരന്റെ കാലും ഒരു പാറ വേണ്ട. എന്റെ തേയ്മന്റെ കൂട്ടുകാരന്റെ കാലിങ്ങനെ ഓടിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോട്ടെ, എന്തെങ്കിലും തന്നോട്ടോ. എന്തോട്ടത് പോയാ എന്തോട്ട് ശവത് ഇവിടെ തെണ്ടാൻ പാടില്ല കേട്ടാ. ഐ അതാരത്? എവിടത്തെ സൗണ്ട് കേട്ടത്? ഈ തെണ്ടിയായിരുന്നോ? അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങി. തൊട്ടടുത്തുള്ള ഒരു മ്യൂസിക് കടയിൽ നിന്നും ഒരു സ്പീക്കർ വാടകയ്ക്ക് എടുത്തു വെച്ച് തെരുവിൽ ഒരു തുവാല വിരിച്ചതിന് ശേഷം അദ്ദേഹം പാട്ടിനൊത്ത് നൃത്തം വെച്ചു തുടങ്ങി. നൃത്തം കണ്ട് ആൾക്കാർ കൂടിയെങ്കിലും കാര്യമായ പിരിവൊന്നും കിട്ടിയില്ല. അവസാനം അദ്ദേഹം കേരളത്തിലെ നമ്പർ 1 കല പുറത്തെടുത്തു, തെരുവ് നാടകം. കടകുറുമാട്ടി ഇന്നലെ തേലിമലയിൽ തേലെടുക്കാൻ പോയതാ ഇവൾ. ന്യൂയോർക്ക് ഭരണകൂടമേ എന്തിനീ ചതി? പാവങ്ങളുടെ ചോരയ്ക്ക് നാട്ടിലൊരു വിലയുമില്ലേ? വീണ്ടും ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കൂ. അവിടെ കിടക്കണതെണ്ടി. ഈ കലാപ്രകടനം കണ്ട് ന്യൂയോർക്കിലെ ജനങ്ങൾ ഞെട്ടി. അവർ വാരിക്കോരി സംഭാവനകൾ അവർക്ക് നൽകി. ഇത് നോക്കിയടാ എന്തുട്ട കളക്ഷൻ. ഇതൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് കേരളത്തിലെ ആൾക്കാരെ കൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കണം. എന്താ കളക്ഷൻ? അവർക്ക് നാണം വരട്ടെ. മോനെ അത് ആരാത്? അത് കേരളത്തിലെ വലിയൊരു തെണ്ടിയോ? ഇല്ലാട്ടോ, ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം തെണ്ടിയായി പോയതാ. ഞാൻ കേരളത്തിൽ വന്ന ഗാനമേളക്കാരെ പരിചയപ്പെടുത്താം. ഇത് വാസു, ഗിറ്റാർ വായിക്കുന്ന ആളാ. ഹലോ. അയ്യോ അയ്യോ, ഇവിടെ എങ്ങനെയാ പരിചയപ്പെടുന്നേ? ഇവിടെ അടി കഴിഞ്ഞ അപ്പൊ തന്നെ പാട്ടാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേട്ടോ. കേരളത്തിൽ ഇവരുടെയൊക്കെ പാട്ട് കഴിഞ്ഞിട്ടാണ് അടി. നാട്ടിലെ അകിലടിക്കണ തെന്നലെ വേലവരും കാലമിതാണേ, മനം പാടി വരും നേരമിതാണേ, അമ്പലത്തിൽ കൊടിയുന്നു പറന്നേ ചന്ദനത്തിൻ. അങ്ങനെ അദ്ദേഹം ആ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്വപ്നതുല്യമായ ന്യൂയോർക്കിലെ കക്കാമുഖം എന്ന ബീച്ച് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടത്. ഒരു നിമിഷം അദ്ദേഹം അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്റെ ഈശ്വര, ഈ ബീച്ച് കാണാനല്ലേ ഞാൻ അവിടുന്ന് വന്നത്. പിന്നീട് അദ്ദേഹം ക്യാമറ ഓൺ ചെയ്ത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ കക്കാമുഖം ബീച്ചിലേക്ക് നടന്നു നീങ്ങി. അയ്യോ, ഇത് ഇത്ര അടുത്തായിരുന്നത്. എന്റെ കർത്താവേ, എത്ര ദൂരം നടക്കണാവോ അങ്ങോട്ട് അത്രങ്ങി. ഇവിടെ പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ എന്താ പാട്. വണ്ടികൾ വന്നു നോക്കണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, വലിയ പാടാണ്ടോ. ഇവിടെ ഒരു കുഴപ്പമില്ല. എന്തോരം വണ്ടി പോയാലും എന്താ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് നടക്കാം. എത്താറായി. അങ്ങനെ ബിനു സ്വപ്നതുല്യമായ കക്കാമുഖം ബീച്ചിലെത്തി. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു. കയ്യിൽ കാശില്ല, എങ്ങനെ നാട്ടിൽ പോകും? പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബീച്ചിൽ കിടക്കുന്ന പലരും കയ്യിൽ കാശില്ലാതെ തിരിച്ചു പോകാൻ പറ്റാതെ മണലും തിന്ന് ഉപ്പുവെള്ളവും കുടിച്ച് കിടക്കുകയാണെന്ന്. ഒടുവിൽ മിസ്റ്റർ ബിനുവും അവരുടെ കൂടെ കൂടി. കയ്യും നീട്ടി ഒരു സഞ്ചാരം.
പണ്ട് മലയാള പടമോട